Hello everyone. നമ്മൾ ഇന്നത്തെ സെഷൻ മുതൽ മെഷർ തിയറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ മെയിൻ മെഷർ തിയറി എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ലെബേക്ക് ആണ്. ഓൾമോസ്റ്റ് 20th സെഞ്ചുറിയുടെ സ്റ്റാർട്ടിലാണ്. ദാറ്റ് ഈസ് 1902 നോട്ട് ഫോർ ആ ഒരു ടൈമിലാണ് ഈ മെഷർ തിയറി എന്നുള്ള ഒരു കൺസെപ്റ്റ് പുള്ളിക്കാരൻ കൊണ്ടുവന്നത്. ഈ മെഷർ തിയറി നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം വി ആർ കൺസേൺഡ് വിത്ത് മെഷർ ലെബേക്ക് മെഷർ വെച്ചാണ് കൺസേൺ ചെയ്യുന്നത്. ഈ ലെബേക്ക് മെഷർ ഡിഫൈൻ ചെയ്തതിന് ശേഷം പുള്ളിക്കാരൻ അതിനുശേഷം ലെബേക്ക് ഇന്റഗ്രൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുപോകും. ഈ ലെബേക്ക് ഇന്റഗ്രലിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ റെയ്മാൻ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് അറിയാവുന്നത്. ആ റെയ്മാൻ ഇന്റഗ്രേഷന്റെ കുറെ ഡ്രോബാക്സ് ഉണ്ട്. ആ ഡ്രോബാക്സ് ഒക്കെ ഓവർകം ചെയ്യാൻ ഏത് മെഷർ കൊണ്ട് പറ്റും? ലെബേക്ക് ഇന്റഗ്രേഷൻ കൊണ്ട് സാധിച്ചു. ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഓഫ് ദിസ് മെഷർ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, മെഷർ ഓൺ ദ റിയൽ ലൈൻ ആണ് നമ്മുടെ ഇത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. what is മെഷർ? മെഷർ ചെയ്യുക എന്നാണ്, ദാറ്റ് ഇസ് ലിറ്ററൽ മീനിങ്. നമുക്ക് അളക്കുക എന്നുള്ളതാണ് മെഷറിന്റെ മീനിങ് എന്ന് പറയുന്നത്. റൈറ്റ്, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് സെറ്റ്സ് ഇൻ റിയൽ ലൈൻ ആണ്. നമുക്ക് ഒരു റിയൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സെറ്റുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ റിയൽ ലൈനിലുള്ള മെഷേഴ്സിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു ക്ലാസ് ഓഫ് സെറ്റ്സ് കൺസിഡർ ചെയ്യും. അത് മെഷറബിൾ സെറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് ഫങ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. അതെന്താണ്? ആ സെറ്റിൽ നിന്ന് എറേസ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഷറബിൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പ്രിലിംസ് ആവശ്യമുണ്ട്. നമ്മൾ ഈ പ്രിലിംസിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സെറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതോ അത് എല്ലാ സെറ്റുകളും റിയൽ ലൈനിൽ നിന്ന് എടുക്കുന്ന സെറ്റുകളായിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യും. അത് റിയൽ ലൈനിലെ സെറ്റ് അല്ല, ഇന്ന സ്ഥലത്തെ സെറ്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്യും. R2-ലാണോ R3-ലാണോ എന്ന് സ്പെസിഫൈ ചെയ്യും. ദെൻ ഈ റിയൽ ലൈനിലെ സെറ്റുകളും എന്താണ്? ഇന്റർവെൽസും എവിടെ വരുന്നതാണ്? റിയൽ ലൈനിലെ സെറ്റുകളാണ് ആണല്ലോ. റിയൽ ലൈനിലെ സെറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഇന്റർവെൽസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെൽസിന് എപ്പോഴും നൊട്ടേറ്റ് ചെയ്യുന്ന I ആയിരിക്കും. ഈ ഇന്റർവെൽസ് എല്ലാം എപ്പോഴും ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെൽ. നമുക്കറിയാം പലതരത്തിലുള്ള ഇന്റർവെൽ ഉണ്ട്. ഏതാ? ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്, ഓപ്പൺ ഇന്റർവെൽ ഉണ്ട്, ഓപ്പൺ ക്ലോസ്ഡ് ഓപ്പൺ ഉണ്ട്, ഓപ്പൺ ക്ലോസ്ഡ് ഉണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇന്റർവെൽസ് ഉണ്ട്. ഇതിൽ നമ്മുടെ ഇതിൽ I എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്ന ഇന്റർവെൽ ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കും വാട്ട് ടൈപ്പ് ഓഫ് ഇന്റർവെൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ ഇൻ അവർ കേസ് വി ആർ യൂസിങ് വിച്ച് ടൈപ്സ് ഓഫ് ഇന്റർവെൽ? ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽസ്. Then if A is equal to B, what about your interval? I will be a empty set, will be an empty set, right? When A is equal to B, an interval I will be an empty set. What is the length of the interval? Length of the interval is notated as L of I. For all interval, what is the length of the interval? എന്താണ്? ഫൈനൽ പോയിന്റിൽ നിന്ന് ആരെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും? ഇനിഷ്യൽ പോയിന്റ് കണ്ടിനെ സബ്ട്രാക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ 2, 3 എന്നുള്ള ഒരു ഇന്റർവെൽ, ഓപ്പൺ ഇന്റർവെലിന്റെ ലെങ്ത് എന്താണ്? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദിസ് ഇന്റർവെൽ? ദിസ് ഈസ് 3 - 2 which is equal to 1. സെയിം തിങ് തന്നെയാണ് ക്ലോസ്ഡ് ഇന്റർവെൽ 2, 3യുടെ വാട്ട് ഇസ് ദ ലെങ്ത്? ദാറ്റ് ഈസ് ഓൾസോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1, റൈറ്റ്? സോ നമുക്കിപ്പോ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ ഇന്റർവെൽസ് എല്ലാം വിൽ ബി ഓഫ് ദ ഫോം ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ. Then length of the interval will be B minus A and the empty set. Empty set final point initial point same ആണെങ്കിൽ അത് എന്തായി മാറും? Empty set ആയി മാറും. Okay, these are the prelims that we need. നമുക്കപ്പോ ആക്ച്വലി എന്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഇന്റർവെൽസിന്റെ ബേസിക് പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇന്റർവെൽസിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മളെല്ലാം കൺസിഡർ ചെയ്യുന്ന ഇന്റർവെൽസ് ആണല്ലോ. അപ്പൊ ഇന്റർവെൽസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? Theorems ഒക്കെ prove ചെയ്യുന്നത്. So you should know what is an interval and length of the interval. Okay, now we will move on to the definition. First definition is Lebesgue outer measure. നമുക്ക് പറഞ്ഞു നമ്മൾ സെറ്റുകളാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം ആൻഡ് ദാറ്റ് സെറ്റ് കംസ് എവിടെയുള്ള ഇന്റർവെൽ, എവിടെയുള്ള സെറ്റുകളായിരിക്കും? ആറിലുള്ള
സെറ്റുകളായിരിക്കും നമ്മുടെ സെറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഇനി ലെബിക് ഔട്ടർ മെഷർ ഓഫ് എ സെറ്റ് എ ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ആൻഡ് the lembic outer measure is denoted as m star. Outer measureന്റെ notation m star ആണ്, and outer measure of a is given by m star of a. Okay, now this is defined as infimum of sigma L of in such that this A is a subset of union in. Okay, അപ്പോൾ നമ്മൾ എന്താ പറയാൻ പോകുന്നത്? കൺസിഡർ ദ റിയൽ ലൈൻ. ആ റിയൽ ലൈനില് ഒരു സെറ്റ് എ എടുത്തു. ഓക്കെ, അപ്പൊ എനെ കവർ ചെയ്യുന്ന ഒരു ഇന്റർവെല് ഏതാണ്? ദിസ് കവേഴ്സ് എ, റൈറ്റ് ആണല്ലോ. ഇനി അടുത്ത നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഈ ഇന്റർവെൽ ഇപ്പം എടുത്ത ഈ I1, I2, I3, I4 ഇത് വെച്ച് ആരെ കവർ ചെയ്യാം? എനെ കവർ ചെയ്യാം. എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റ് ആയിരിക്കും? ആദ്യത്തെ കേസിൽ എടുത്തിരിക്കുന്നത് ഇതാണെങ്കിൽ ഈസ് എ സബ്സെറ്റ് ഓഫ് I1, റൈറ്റ്? രണ്ടാമത്തെ കേസിലെ സബ്സെറ്റ് ഓഫ് ആരൊക്കെയായിരുന്നു? I1 യൂണിയൻ I2 യൂണിയൻ I3, റൈറ്റ്? അതുപോലെ എത്ര കളക്ഷൻ ഓഫ് ഇന്റർവെൽസിന്റെ എടുത്താൽ നമുക്കപ്പോ എന് അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് ഇന്റർവെൽസ് നമ്മൾ കൺസിഡർ ചെയ്യണം. സച്ച് ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ഏതാണ്? യൂണിയൻ in. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ കളക്ഷനിലുള്ള ഇന്റർവെൽസിന്റെ ഓരോ കളക്ഷൻസിന്റെ ഇന്റർവെൽസിന്റെ ലെങ്ത് എടുക്കണം. സം ഓഫ് ദി ഇന്റർവെൽസിന്റെ ലെങ്ത് എടുക്കണം. അങ്ങനെ ഓരോ കളക്ഷന്റെയും ലെങ്ത് എടുത്തതിന് ശേഷം അതിന്റെ എല്ലാത്തിന്റെയും കൂടെ എന്തെടുക്കണം? ഇൻഫിമം എടുക്കണം, റൈറ്റ്? such that A is a subset of what is it? Union in. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് എന്തായിട്ട്? m star A ആയിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നത്. I hope you understand. The Lebesgue outer measure, or briefly the outer measure of a set, is given by m star A is equal to infimum sigma Lin, where the infimum is taken over all finite or countable collection of intervals in such that A is a subset of what is it? Union in. ഓക്കെ, അപ്പോ എനെ കവർ ചെയ്യുന്ന കളക്ഷൻ ഓഫ് ഇന്റർവെൽസ് എടുത്തതിന് ശേഷം അതിന്റെ എന്തെടുക്കും? സിഗ്മ എൽ ഓഫ് in എടുക്കും. എന്നിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഇൻഫിമം എടുക്കുമ്പോൾ we will get what is the Lebesgue outer measure of the set A. We know that what is m star A? M star A is equal to infimum of sigma L of in such that A is a subset of union in, right? അപ്പൊ എനെ കവർ ചെയ്യുന്ന ഇന്റർവെൽസിന്റെ യൂണിയൻ ഇന്റർവെൽസ് എടുത്തതിന് ശേഷം അതിന്റെ നമുക്ക് എന്ത് എടുക്കാം? അങ്ങനെ എല്ലാ ഇന്റർവെൽസ് എടുത്തതിന് ശേഷം അതിന്റെ ഇൻഫിമം എടുക്കുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ വെച്ചാൽ m star A is always greater than or equal to 0. നോക്കിക്കൂടാ, it is obvious from the definition. ലെങ്ത് ഓഫ് in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോൺ നെഗറ്റീവ്. ഇന്റർവെലിന്റെ ലെങ്ത് അല്ലേ, അതെന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും ഓൾവേസ്. ഇറ്റ് ഈസ് നോൺ നെഗറ്റീവ്. അങ്ങനെയുള്ള ലെങ്സിന്റെ സം എടുക്കുമ്പോഴും എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള നമ്പറിന്റെ ഇൻഫിമം ആണ് എടുക്കുന്നത്, അതും എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കും. സോ ഫ്രം ദ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് എന്താണ്? m star A ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, റൈറ്റ്? ഈ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m star phi എന്തായിരിക്കും? 0 ആയിരിക്കും. What is phi? Phi is null set, right? Null set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇന്റർവെൽ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യണം? ഒരു എ സെറ്റ് എ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കവർ ചെയ്യണം. കവർ ചെയ്യുന്ന ഇന്റർവെൽസുകൾ എടുത്തതിന് ശേഷം അങ്ങനെയുള്ള ഇന്റർവെലിന്റെ ഉള്ള ലെങ്തിന്റെ ഇൻഫിമമാണ് നമ്മൾ എടുക്കുന്നത്. നൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏത് ഇന്റർവെൽ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ പറ്റും. ഫൈ ക്യാൻ ബി കവേർഡ് വിത്ത് ഓൾ ഓഫ് ദി ഇന്റർവെൽ. അപ്പം ലെങ്ത് 0 ഉള്ള ഇന്റർവെൽ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈസ് ഇറ്റ് റൈറ്റ്? -1/n 1/n എന്നുള്ള ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിന്റെ ലെങ്ത് എന്താണ്? 2/n. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ഫൈ എവിടെ കിടക്കുന്നുണ്ടായിരിക്കും? ഇങ്ങനെയുള്ള ഇന്റർവെലിന്റെ യൂണിയനിൽ ആരുണ്ട്?
5 കിടക്കുമല്ലോ, അങ്ങനെയുള്ള ഇന്റർവെലിന്റെ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഇൻഫിമം എന്ന് പറഞ്ഞാൽ 1/n 2/n ന്റെ ഇൻഫിമം എന്താണ്? 0 ആണ്. റൈറ്റ്? സോ ഫ്രം ദ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഓൾസോ ഒബ്വിയസ് 5 ക്യാൻ ബി കവേർഡ് വിത്ത് എനി ഇന്റർവെൽ. ഏത് ഇന്റർവെൽ കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ, കവർ ചെയ്യാൻ പറ്റും. തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m star a is less than or equal to m star b whenever a is less than is a subset of b. Okay, it is also obvious from the definition. എന്താണ്? ബീനെ കവർ ചെയ്യുന്ന ഏതൊരു ഇന്റർവെൽ എടുത്താലും ആരെ അത് കവർ ചെയ്യും? എനെയും കവർ ചെയ്യും. റൈറ്റ്? അപ്പൊ കവർ ചെയ്യുന്ന ഇന്റർവെൽ ബീനെ കവർ ചെയ്യുന്ന ഇന്റർവെൽ ആരെ കവർ ചെയ്യും? എനെയും കവർ ചെയ്യും. സോ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദ ഇന്റർവെൽ ഈസ് ഇൻസൈഡ് ഏതായിരിക്കും? ഇന്റർവെൽ കവറിംഗ് എ ലൈസ് ഇൻസൈഡ് ദ ഇന്റർവെൽ കവറിംഗ് ഏതായിരിക്കും? ബി ആയിരിക്കും. ആണല്ലോ? അപ്പോ infimum of m star a, infimum of length of interval covering a will be less than or equal to infimum of എന്താണ് length of the interval that covers b ആയിരിക്കും. So it is obvious that is definition. It is m star a is less than or equal to എന്തായിരിക്കും? m star b. Then fourth property എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m star of singleton set എന്തായിരിക്കും? For x belongs to R will be equal to 0. Outer measure of set x is equal to 0. അപ്പൊ എന്താ നമ്മൾക്ക് വേണ്ടത്? എക്സിനെ കവർ ചെയ്യുന്ന ഒരു ഇന്റർവെൽ വേണം. നമുക്ക് ഒരു ഇന്റർവെൽ ആയാലും അത് കവർ ചെയ്യുമല്ലോ. ഓക്കെ, എക്സിനെ കവർ ചെയ്യുന്ന ഒരു ഇന്റർവെൽ എന്താണ്? എക്സ് ബിലോങ്സ് ടു എക്സ് പ്ലസ് 1/n. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണല്ലോ. x belongs to x comma x plus y 1/n അല്ല. അപ്പൊ x കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇന്റർവെൽ എടുത്തു. ഓക്കെ, വാട്ട് ഈസ് ദിസ്? ഈ ടൈപ്പ് ഓഫ് ഇന്റർവെൽസിന്റെ ലെങ്ത് എന്തായിരിക്കും? 1/n ആയിരിക്കും. ഇസ് ഇറ്റ് റൈറ്റ്? സോ m star of x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഇന്റർവെൽസിന്റെ ഇൻഫിമം ആയിരിക്കും. ഇൻഫിമം ഓഫ് ഈ 1/n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഒബ്വിയസ്. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് 0. റൈറ്റ്? അപ്പോ m star of x എന്ന് നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. Now we have studied what is a Lebesgue outer measure. Lebesgue outer measure പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെയാണ് പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. We have studied that if A is a set of that is contained in the real line, then m star A is what is it? Infimum of sigma L of in such that എന്താണ്? A is a subset of union in അല്ലെങ്കിൽ union in covers A ആയിരിക്കണം. And we have studied the properties as m star A is always positive. Then second one, what we have studied, m star of empty set is equal to 0. Then m star of A will be less than or equal to m star of B if A is a subset of B. Right? And again count m star of x will be equal to 0 for x belongs to R. I hope you understand. Thank you for listening.